എടാ കള്ള പൂമ്പാറ്റേ, ഏതവനാടാ നിന്റെ ചട്ടമ്പിക്കൊക്ക്? ഇങ്ങോട്ട് വിളിക്കവനെ. ആദ്യം അവനെ തന്നെ ശരിപ്പെടുത്തി കളയാം. അവൻ കിടന്ന് പടയ്ക്കുന്നത് കണ്ട് നീ കരയണം. അതാരാ? അവൻ ചട്ടമ്പി കൊക്ക് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ആരാ ആരാ ചട്ടമ്പി? വേറെ ആര്? നീ തന്നെ. ഞാനോ? ചട്ടമ്പിയോ? അതെ, ഞാനൊരു ഗമയിലാ തേനീച്ചകളോട് പറഞ്ഞതാ നീ ഒരു ചട്ടമ്പിയാണെന്നും ധൈര്യമുണ്ടെങ്കിൽ ഇവിടെ വന്ന് നിന്നെ കൊത്തി ശരിപ്പെടുത്താനും. ഇതൊക്കെ ഒരു നേരം പോക്കല്ലേടേ. എടാ ദ്രോഹി, ചുമ്മാ കാറ്റും കൊണ്ട് ഇവിടെ അലഞ്ഞു തിരിഞ്ഞു നടന്ന എനിക്കെന്തിനാടാ ഈ ശിക്ഷ തന്നത്? എന്റെ ഈശ്വര, അവന്മാർ വന്നാൽ എന്റെ കാര്യം കട്ടപ്പോക. സ്ഥലം വിട്ടാലോ? ധൈര്യം ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് ഇറങ്ങി വാടാ ചട്ടമ്പിക്കൊക്കെ. ഞാനും ചട്ടമ്പിക്കൊക്കും ഇവിടെ ഉണ്ട്, ഇങ്ങോട്ട് വാടാ. ഇതാണോ നീ പറഞ്ഞ ചട്ടമ്പി? ഇവനെ കണ്ടിട്ട് ഒരു അവിഞ്ഞ ലുക്കുണ്ടല്ലോ. എടാ അഹങ്കാരികളെ, നിങ്ങൾ വലിയ കേമന്മാരാണെങ്കിൽ ഈ ചട്ടമ്പിയെ കീഴ്പ്പെടുത്ത്, അല്ലെങ്കിൽ കൊക്കിന് പണിയുണ്ടാക്കാതെ സ്ഥലം വിട്. മോനെ ചട്ടമ്പി, ഇന്ന പിടിച്ചോ. ഇപ്പോ മനസ്സിലായോ ഞങ്ങളുടെ കേമത്വം? ഓ മനസ്സിലായി. ഇനി നിങ്ങൾക്ക് പോകാം. എങ്ങോട്ട് പോകാൻ? നിനക്കും വേണ്ടേ? ഏയ്, എനിക്ക് വേണ്ട. കൊക്കിനെ കുത്തിയപ്പോൾ എനിക്കും വേദനിച്ചല്ലോ, അത് മതി. ഒരു കാര്യം പറഞ്ഞേക്കാം, ഇനി മേലിൽ ഞങ്ങളുടെ തേനിന്റെ പരിസരത്ത് കണ്ടുപോകരുത്. എടാ മോനെ, നിന്റെ ശരീരത്തിന് ഇടി കിട്ടി ശീലമുള്ളതല്ലേ. അതുകൊണ്ട് നിന്നെ കുത്തി അവരുടെ കലിപ്പങ്ങ് തീർന്നു പോട്ടേത് ഞാനും വിചാരിച്ചു. അതേടാ, എനിക്ക് ഇടികിട്ടി നല്ല ശീലമുണ്ട്. പക്ഷേ തേനീച്ചയുടെ കുത്ത് കിട്ടുന്നത് ആദ്യമായിട്ടാ. എന്റെ അമ്മോ, ഇതിലും എത്രയോ ഭേദം ഇടി തന്നെയായിരുന്നു. നീ പേടിക്കണ്ട, നമുക്ക് നമ്മുടെ സ്ഥിരം വൈദ്യരുടെ അടുത്തേക്ക് പോകാം. ഇന്ന് കാലാവസ്ഥ അത്ര അനുകൂലമല്ലല്ലോ. മഴയെങ്ങാനും പെയ്യുമോ? എന്തൊക്കെയാ കേളാ? മഴ പെയ്യാനുള്ള സാധ്യതയുണ്ടെന്ന് പറയുകയായിരുന്നു. സന്തോഷം. അങ്ങനെയെങ്കിലും നിന്നെപ്പോലുള്ള മടിയന്മാർ ഒന്ന് കുളിക്കുമല്ലോ. ഞാൻ കുളിക്കാറില്ലെന്ന് നിനക്കെങ്ങനെ മനസ്സിലായി? മൂക്കിന് തുളയുള്ള ആർക്കും മനസ്സിലാകും നീ കുളിക്കാറില്ലെന്ന്. നിന്റെ അടുത്ത് വരുമ്പോഴേ ഒരു ദുർഗന്ധമാ. സത്യമാണോ? അതെ. എങ്കിലൊരു കാര്യം ചെയ്യാം. ദിവസവും കുളിക്കുന്ന ശീലം തുടങ്ങുമെന്നായിരിക്കും. അതല്ല, എത്രയും പെട്ടെന്നൊരു അത്തറ് സംഘടിപ്പിക്കണം. അത് ശരി. എന്നാലും കുളിക്കാനുള്ള പരിപാടി ഇല്ലല്ലേ? അയ്യയ്യോ, അതൊക്കെ വലിയ മെനക്കേടാ. എടാ കേളാ, നീ അത്തറടിച്ചാൽ അത്തറ നാറുമെന്നല്ലാതെ ഒരു കാര്യവുമില്ല. ചിഹ്നനും ഉണ്ടായിരുന്നു. അതെന്താ, എന്നെ കണ്ടില്ലേ? നീ ഇവിടെയുള്ള കാര്യം 1 കിലോമീറ്റർ അകലെ നിന്ന് എനിക്ക് മനസ്സിലായി. അതെന്താ, ഇവിടെ CCTV ഉണ്ടോ? അതല്ല, നിന്റെ ദുർഗന്ധം അങ്ങ് അകലെ നിന്നേ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഈ കാക്കച്ചേട്ടന്റെ ഒരു തമാശ. എന്റെ പൊന്നു ചങ്ങാതി, നീ ദയവ് ചെയ്ത് എല്ലാ ദിവസവും ആ അരുവിയിൽ പോയി ഒന്ന് വൃത്തിയാവ്. ശരീര ശുചിത്വം നിർബന്ധമാണ്. എന്റെ കേള, ഇനിയെങ്കിലും ഒന്ന് നന്നായി ജീവിച്ചുകൂടെ? നിന്നോടുള്ള സ്നേഹം കൊണ്ട് പറയുക. എങ്കിൽ ഞാൻ നാളെ നന്നാവാം. ഇന്നും കൂടെ ഒന്ന് എൻജോയ് ചെയ്യട്ടെ. ഓ, നിന്നോടൊന്നും പറഞ്ഞിട്ടൊരു കാര്യവുമില്ല. ഇപ്പോഴെല്ലാവർക്കും സമാധാനമായല്ലോ. മഴ ശക്തമാവാൻ സാധ്യതയുണ്ട്. വാ, നമുക്കെല്ലാവർക്കും താഴോട്ട് പോകാം. വാ, വേഗം വാ. പുറത്ത് നല്ല മഴയുണ്ടെന്ന് തോന്നുന്നു. ഒഴുക്ക് കൂടിയാൽ നമ്മൾ ഒഴുകി അങ്ങ് എവിടെയെങ്കിലും എത്തിപ്പോകുന്നാ തോന്നുന്നേ. നമ്മളല്ല, നീ. ഞാൻ എങ്ങനെയെങ്കിലും കരയിലേക്ക് ചാടി രക്ഷപ്പെടും. എങ്കിൽ എനിക്കും കൂടെ രക്ഷപ്പെടാനുള്ള ഒരു പോംവഴി പറഞ്ഞതാടാ തവളക്കുട്ടാ. നമുക്ക് ശരിയാക്കാം. ഇപ്പോ വലിയ ഒഴുക്കൊന്നുമില്ലല്ലോ. മഴ ശക്തമാവുന്നുണ്ടല്ലോ. മരങ്ങൾ വീണ് വാസസ്ഥലമില്ലാതാകുമോ? ഒന്ന് പറഞ്ഞിട്ട് വരണ്ടേ? എന്താ ചെയ്യാ? ഞാനതിനെവിടെയും പോയില്ലല്ലോ. നിന്റെ കാര്യമല്ല, ഞാൻ മഴയോട് പറഞ്ഞതാ. ഇങ്ങനെ പ്രതീക്ഷിക്കാതെ മഴ പെയ്താൽ നമ്മുടെ പ്ലാനിംഗ് ഒക്കെ അവതാളത്തിലാകില്ലേ? നിന്റെ നമ്പർ കൊടുത്തിരുന്നെങ്കിൽ മഴ വാട്സാപ്പിൽ ഒരു മെസ്സേജ് അയച്ചേനെ. ഒന്ന് പോടോ.